ഷിജുചേട്ടൻ പ്രേക്ഷകരും കൂടെ അറിയാൻ വേണ്ടി പറയണം, മുന്നണിയിൽ കാണുന്നതിന്റെ ഒരു 5, 6, 10 ഇരട്ടി പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ടെലിവിഷൻ ഷോകൾ, അത് ചെറിയ കുട്ടികളുടെ പരിപാടി ആയിക്കോട്ടെ, വലിയ വലിയ ഇവന്റുകളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ ഗ്രൂമറായും സ്ക്രിപ്റ്റ് റൈറ്ററായും ഡയറക്ടറായും എഡിറ്ററായും അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീ ഷിജു അഞ്ചുമന. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന കാസറ്റിൽ ഒരുപാട് പാട്ടുകൾ, അദ്ദേഹം ഒരുപാട് നല്ല പാരഡി പാട്ടുകൾ എഴുതുന്ന ഒരാളാണ്. എത്ര ഭാഗം പുട്ടുകച്ചവടത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട് ഷിജു ചേട്ടാ? ഞാൻ 8ാം ഭാഗം മുതൽ പുട്ടുകച്ചവടത്തിൽ വന്നാണ്. ഒരു 23 ഭാഗം വരെ ഉണ്ടായിരുന്നു. അതില് 18ാം ഭാഗം മുതൽ 23 ഭാഗം വരെ. ഒരു സെക്കൻഡ്, 23 വരെ ഭാഗം വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പുട്ടുകച്ചവടം ഇല്ലാതായതാ കേട്ടോ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുട്ടുകച്ചവടം ഉണ്ട് ഷിജു അഞ്ചുമന ഇല്ല എന്നുള്ളതല്ല. 23 ഭാഗമൊക്കെ ആയപ്പോ പുട്ടുകച്ചവടം നിർത്തിയതാണ്. പറഞ്ഞോ. അത് നമ്മുടെ റൈറ്റ്സിന്റെ ഒക്കെ പ്രശ്നം വന്നു, പാർട്ടികൾ പിന്നെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ ആ ഒരു ബിസിനസ് തന്നെ അങ്ങോട്ട് നിന്നു പോകുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടായേനെ. എത്ര പാരഡി പാട്ട് എഴുതിയിട്ടുണ്ടാവും? അയ്യോ, കണക്കൊന്നുമില്ല. ഏകദേശം അങ്ങനെ നോക്കിയ ഒരു 1000-ന് മേലെ എഴുതി കാണും. ഓരോ ഇലക്ഷൻ വരുമ്പോൾ എഴുതുന്നതിന് കയ്യും കണക്കൂല. പിന്നെ അവാർഡ് നൈറ്റുകളുടെ പിന്നിലുള്ള സ്കിറ്റുകളുടെ അതിന്റെ എല്ലാത്തിന്റെ ഇടയിലുള്ള പാരഡികൾ. ഷിജുചേട്ടാ മിമിക്രിയിൽ വന്നിട്ട് എത്ര നാളായി? 23 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അതിൽ ആദ്യമൊക്കെ മുന്നണിയിൽ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്? ഞാൻ ശരിക്കും തോമസ് തോപ്പിൽക്കുടി, നമ്മുടെ സ്വന്തം ചേട്ടനെ പോലെയാണ്. പുള്ളിനെ പരിചയപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പം ഞാൻ തോമസ് ചേട്ടനെ കണ്ടപ്പോൾ ഒരു വരി പാരഡിയൊക്കെ എഴുതി ഒന്ന് ചുമ്മാ കൊണ്ടേ കാണിച്ച്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഏതെങ്കിലും കാസറ്റിലൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പതുക്കെ പുള്ളിയുടെ കൂടെ അങ്ങനെ നടന്നു. തോമസ് ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. തോമസ് ചേട്ടൻ്റെ കൂടെ നടന്നിട്ടുള്ള ആളാണ് ധർമ്മജൻ. അത് അങ്ങനെ ഈ ഷിജു ചേട്ടനെ KS പ്രസാദ് ഏട്ടന് കൈമാറി, ധർമ്മജനെ എനിക്ക് കൈമാറി, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഗിന്നസിൽ എത്രയോ നാളുകൾ ഗിന്നസ് എന്ന് പറയുന്ന അതിന്റെ ഷോയിൽ വേണ്ട സ്കിറ്റുകൾ, പാട്ടുകൾ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഷിജു ചേട്ടനാണ്. അല്ലെ, എത്ര സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ടാവും ഷിജു ചേട്ടാ? കുറേ ഉണ്ട്. അശോകൻ ചേട്ടാ, ഇവിടുന്ന് ഈ വിദേശത്തേക്ക് സിനിമാ താരങ്ങളൊക്കെ പോകുന്ന സ്കിറ്റുകളിൽ ഈ ഫ്ലൈറ്റ് കയറി ഒരുപാട് സ്കിറ്റുകളെ കടൽ കടത്തിയിട്ടുള്ളതാണ് ഷിജു ചേട്ടൻ. ഷിജു ചേട്ടൻ ട്രിപ്പുകളിൽ ഉണ്ടാവും. എനിക്കറിയാം. അശോക് ചേട്ടന്റെ ഒരു സ്കിറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അശോക് ചേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്കൊരു രമണൻ ഒരു സ്കിറ്റ് എഴുതണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി രമണനൊക്കെ എങ്ങനെ സ്കിറ്റാക്കാനാന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് നമ്മൾ സ്കിറ്റാക്കിയ കോമഡി ആവോ, അതൊരു വേറൊരു ചങ്ങമ്പുഴയുടെ കവിത. എടാ അതല്ലടാ പോട്ടാ, ഇത് ഞാൻ മറ്റേ പഞ്ചാബി ഹൗസിൽ ചെയ്ത രമണൻ. എനിക്ക് കത്തിയില്ല. സംഭവം എന്ന് വെച്ചാല് ഞാനത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ചൊരു കാര്യമാണ്. അത് പറയുന്നതിന് മുമ്പേ ഞാൻ ആലോചിച്ചൊരു കാര്യം. ഞാനത് കോട്ടയം നസീറിനോട് പറഞ്ഞിട്ടുണ്ട്. രമണനും മുതലാളി, അവന് അനീഫിക്ക കറക്റ്റാണ്. ആ രണ്ടുപേരും കൂടി ത്രൂ ഔട്ട് നിന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഷോയ്ക്ക് ചെയ്യാം, ഒരു കോമ്പയറിംഗ് പോലെയുള്ള ഒരു സാധനം, സ്റ്റേജ് ഷോ ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ എഴുതണമെങ്കിൽ സിജുനെ കുറിച്ച് എഴുതിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാ അത്. ടീച്ചറിന്റെ പാരഡി പാട്ടുകളിൽ ഏറ്റവും പോപ്പുലറായ പാട്ട് ഏതായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? ഒരുപാട്. അതില് പുട്ടച്ചോടത്തിൽ തന്നെ ചെയ്തതാണ്. നമ്മുടെ ബാറിനെ കുറിച്ചൊരു പാട്ടുണ്ടായിരുന്നു, ദേക്കാ ഹേ ലൈറ്റ് ബാർ. മിക്സ് ആണ്, ഹിന്ദിയും മലയാളവും മിക്സ് ചെയ്തിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം കേട്ടിട്ടുണ്ട്. പിന്നെ ധർമ്മജനെ സെന്റർ ആക്കിയിട്ട് ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ പാരഡികൾ എഴുതുന്നുണ്ടെങ്കിൽ പാരഡിയുടെ ചുവയുള്ള അതായത് ഹാസ്യം ഉള്ള പാട്ടുകൾ സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് അങ്ങനെ കുറച്ചൊരു പുതിയ പരിപാടി ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. കോമഡി പാട്ടുകൾ നമ്മൾ തന്നെ ട്യൂൺ ചെയ്ത്. ഇപ്പൊ പാരഡി ആക്കിയാലേ പരാതി ഉള്ളൂ, നമുക്ക് സ്വന്തം ട്യൂണ്ടാക്കി എഴുതാലോ. അതിനൊരു ഉദാഹരണം ഞങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുമോ? പാട്ടല്ലേ? ഫേസ്ബുക്കിലും വാട്സാപ്പിലും കൊഞ്ചുന്ന കിളിയേ, ഞാൻ വൈറ്റ് പേപ്പറിൽ തന്ന ലേഖനം മൈൻഡാത്തതെന്തേ? ഫ്രീക്കല്ല ഞാൻ, സ്പൈക്കല്ല ഞാൻ, ചാറ്റുന്ന കുളിരേ, തനി നാടനാം എന്നെ മൂഢനെന്നു നീ വിളിക്കാതെ കരളേ. ആണുങ്ങളുടെ കരളിൽ പകുതി കളഞ്ഞെടുക്കും പ്രണയം, കാമുകിമാർ അക്കൗണ്ടുകളിൽ പണം നിറയ്ക്കും പ്രണയം. തേഞ്ഞൊട്ടിയ കാമുകനൊരുവൻ ചങ്ക് തകർന്ന് ചൊല്ലിയതാണീ തേപ്പുകഥ, 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 തേപ്പുകഥ. വേറെ പോപ്പുലർ ആയിട്ടുള്ള പാരഡി ഏതായിരുന്നു ഉണ്ടായിരുന്നു? നമ്മൾ ഏതായിരുന്നു അത്? ബ്ലോക്ക് വഴി എനിക്കന്ന് കിട്ടിയ തെങ്ങ്, തൈ തെങ്ങ്,
കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്, ബ്ലോക്ക് വഴി എനിക്കന്നു കിട്ടിയ തെങ്ങ് തൈത്തെങ്ങ്, കടമെടുത്ത് വളമിട്ട് വളർത്തിയ തെങ്ങ് തൈത്തെങ്ങ്. തീയുണ്ടിടി തൈ നട്ട്, തീയുണ്ടിടി തൈ നട്ട്, എല്ല് പൊടി ഉപ്പ് പൊടി ചപ്പ് ചവറതുമിട്ട്, പൊന്നു പോലെ നോക്കിയിട്ടും തെങ്ങ് തന്നതെന്താണ്? പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ, ഒട്ട വീണൊരു തേങ്ങ, പൊട്ടത്തേങ്ങ പൊട്ടത്തേങ്ങ, ഒട്ട വീണൊരു തേങ്ങ. സൂപ്പർ. ഇനി ഏതാ ഉള്ളത്? ഇത് ഞാൻ ഓണത്തിനൊക്കെ പുട്ടച്ചോടം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എഴുതിയ ഒരു പാട്ടാണ്. देखा है ये लाइट बार, साजन എപ്പോഴും കേറുന്ന ബാർ. देखा है ये लाइट बार, സാജൻ എപ്പോഴും കേറുന്ന ബാർ. അവനുണ്ടൊരു ഹുണ്ടായി കാർ, ഒന്നാം തീ അതിലാണ് ബാർ. കാലത്തെ ജാത്താ ഹേ ബാർ, പിന്നെ അവനാണ് അവിടുത്തെ സ്റ്റാർ. ഫുൾ ടൈമും ലിക്കർ ഹോ പ്യാർ, ദിൽമേം ഹേ അവനെന്നും സ്റ്റാർ. അടിപൊളി അടിപൊളി. Thank you. സൂപ്പർ. താങ്ക് യു സോ മച്ച് ഷിജു ചേട്ടാ. ഞങ്ങളുടെ വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ഏട്ടനെയും അശോക് ഏട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്ലീസ്. ശ്രീ ഷിജു അഞ്ചുമന. ഓഡിയോ കാസറ്റുകൾ ഓണത്തിന് ഇന്ന് സൂപ്പർ താര ചിത്രങ്ങൾ ഇറങ്ങുന്നത് പോലെ 2 കാസറ്റുകൾ മാവേലി മുമ്പത്തും പൂട്ടുകച്ചവടവും എല്ലാം ഇറങ്ങുന്ന സമയം മുതൽ ആ മേഖലയിൽ സജീവമായി വന്നു. പിന്നീട് മാധ്യമം ടെലിവിഷൻ ആയപ്പോഴും സിനിമയായപ്പോഴും എല്ലാം ഇതിന്റെ എല്ലാം പിന്നണി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഷിജു അഞ്ചുമന. അദ്ദേഹം മലയാളികളെ പലതവണ ചിരിപ്പിച്ചിട്ടുണ്ട്. ചിരിപ്പിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. അത് പലപ്പോഴും മറ്റ് കലാകാരന്മാരിലൂടെയാണ് വേദിയിലെത്തിയതും മറ്റ് കലാകാരന്മാരുടെ ശബ്ദമായാണ് പുറത്തു വന്നതും പ്രകടനങ്ങളായാണ് നമ്മൾ കണ്ടതുമെല്ലാം. എങ്കിലും പിന്നണിയിൽ ഷിജു അഞ്ചുമന എന്ന പ്രതിഭാധനനായ കലാകാരന്റെ ചിന്തയും ബുദ്ധിയും കഴിവും എല്ലാം ഒരുപാട് പിന്തുണച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചിരികൾ മലയാളിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ചിരിയുടെ എല്ലാം അമരത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അണിയറയിൽ നിന്നുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ച ഈ മികച്ച കലാകാരൻ സാന്നിധ്യം കൊണ്ട് ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെ ധന്യമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ ഒരു ആദരവ്.